കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകി തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും സഹകരണങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനം. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിൽ അനുദിനം ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ഓടുകയും തളരാതെ കാലുകളെ ഉറപ്പിച്ച് നിർത്തുകയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും നമ്മുടെ ജീവിതത്തെ ആത്മീയവും ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ചു നിർത്തുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവികമായ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതും അത് വളരെ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ പ്രചോദനം നൽകുന്നതുമായ ദൈവത്തിന്റെ വചനമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഒരു വിഷയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം, അതിന്റെ ചില വാക്യശകലങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബിനും തന്റെ ഭക്തിയായിരിക്കുന്ന ഇസബേലും വാണിരുന്ന ഒരു കാലത്ത് ദൈവത്താൽ അനുഗ്രഹിതനായിരിക്കുന്ന ഒരു പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹമാണ് ഏലിയാവ്. ഏലിയാവിനെ ദൈവം വിളിച്ച് ആക്കിയത് ദൈവജനത്തിന്റെ നടുവിൽ നിൽക്കാൻ വേണ്ടിയാണ്. മോഹം നോക്കാതെ, പണം നോക്കാതെ, ഏത് കാര്യങ്ങളും തുറന്ന് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസനാണ്. ആ ദൈവദാസന്റെ ശുശ്രൂഷകളൊക്കെ വളരെ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട കടന്നു വന്ന സമയങ്ങളിലൊക്കെ അത്രമാത്രം എതിർപ്പുകളും തനിക്ക് നേരിട്ടിട്ടുണ്ട്. കാരണം ശുശ്രൂഷകൾ വെളിപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമായി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നും അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്നും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ വേണ്ടി ഒരു തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ അത് സ്വന്തമാക്കുകയും പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു എന്ന് കൊട്ടാരത്തിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ചെയ്തിരിക്കുന്ന കാര്യം നീതിയല്ല. നാബോത്തിനെ നീ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഉത്തരവിട്ടു. അതേ സ്ഥലത്ത് വെച്ച് തന്നെ നീയും കൊല്ലപ്പെടും. നിന്റെ രക്തം അത് നായ്ക്കൾ നക്കുക തന്നെ ചെയ്യും. അതൊരു പ്രവചനം തന്നെയാണ്. ദൈവത്താൽ അനുഗ്രഹിതരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിൽ, ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകളിലൊക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വരിക തന്നെ ചെയ്യും. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവ നീക്കുപോക്കുകളും വിടുതലുകളും വിജയകരമായിരിക്കുന്ന വഴികളെ തുറന്ന് അവരെ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വഴികളിലൂടെ നടത്തുക തന്നെ ചെയ്യും. പോരാട്ടങ്ങൾ ഏറി വരട്ടെ, പ്രതികൂലങ്ങൾ ശക്തമാക്കട്ടെ, എന്നാൽ അതിൻ്റെ മധ്യേ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നീ മുൻപോട്ട് തന്നെ പോകണം. അപ്പോൾ നിന്റെ ലക്ഷ്യം മുൻപിലാണ്, നിന്റെ ഓട്ടം മുന്നോട്ടാണ്, നിന്റെ ചിന്തകൾ മുൻപോട്ടാണ്, നിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ടാണ്, നിന്റെ ആവശ്യങ്ങൾ മുൻപിലാണ്. അപ്പോൾ നിന്റെ യാത്രയിൽ ക്ലേശങ്ങൾ അനുദിനം കടന്നു വരുന്ന വേളകളിൽ നിന്നെ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവികമായിരിക്കുന്ന ശക്തി നിന്റെ മേൽ കടന്നു വരും. അതുകൊണ്ട് പറഞ്ഞ നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം, നിന്റെ ഉള്ളംകാല് കുത്തി നിൽക്കുന്ന ഇടം, അവിടെ നിന്നിട്ട് നീ നോക്കുന്ന
ഈ അതിർത്തി വരെ നിനക്ക് സ്വന്തമായിട്ടിരിക്കും. അപ്പോൾ പറഞ്ഞത്, ഞാൻ ഈ ഭൂമി, വാഗ്ദത്ത ദേശം അബ്രഹാമിനോട് പറഞ്ഞത്, അത് ഞാൻ നിനക്ക് തരികയും നീ അത് തൻ്റെ വംശത്തിന്, ഈ തലമുറയ്ക്ക് അളന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ദൈവികമായിരിക്കുന്ന ഒരു സന്ദേശം യോശുവയിലേക്ക് കൈമാറുമ്പോൾ, യോശുവയുടെ കയ്യിൽ ശ്രേഷ്ഠമായിട്ട് തൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതോ, തൻ്റെ പിതാക്കന്മാർ കരുതി വെച്ചതോ, തൻ്റെ പിതാക്കന്മാർ മൺമറഞ്ഞപ്പോൾ മക്കൾക്ക് കൊടുത്തതോ ആയിരിക്കുന്ന സമ്പാദ്യം ഒന്നും കയ്യിലില്ല. ഒന്നും കയ്യിലില്ലാത്ത മക്കൾ ചിലതൊക്കെ സ്വന്തമാക്കാൻ കടന്നു പോകുമ്പോൾ, ദൈവം കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് സ്വന്തമായി ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് തൻ്റെ മക്കൾക്ക് അത് അവകാശമായി അളക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുക്കും എന്ന് പറയുമ്പോൾ അതെത്രമാത്രം യാഥാർത്ഥ്യമാകും, അതെത്രമാത്രം അർത്ഥവത്താകും, അതെത്രമാത്രം അനുഗ്രഹമാകും. ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് മുൻപിലുള്ളത്. ഇതേ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപോട്ടുള്ള ഓട്ടങ്ങളിൽ, നമ്മുടെ ലക്ഷ്യത്ത്, നമ്മുടെ നടപ്പില്, നമ്മുടെ ജീവിതത്തില് പിതാക്കന്മാരുടെ അവകാശം കിട്ടാത്തവരായിരിക്കാം, ചിലപ്പോൾ കിട്ടിയവരായിരിക്കാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ അത് ശൂന്യതയായിരിക്കാം, ഒന്നുമില്ലാത്തതായിരിക്കാം. എന്നാൽ ഒരു വാഗ്ദത്തത്തിന്റെ നക്ഷത്രം നിന്റെ നെറ്റിമേലുണ്ട്. ചിലതൊക്കെ നീ അവകാശമായിട്ട് അളന്നെടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭയം കൂടാതെ അത് നേടിയെടുക്കുവാൻ തക്കവണ്ണം മുൻപോട്ട് കടന്നു പോവുകയാണ്. അതുകൊണ്ട് അവർ ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്. ഇടത്തോട്ട് നോക്കിയാൽ പ്രശ്നമാണ്, വലത്തോട്ട് നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഇവിടെയും പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തളരാതെ നിന്നുകൊണ്ട് പോരാടി ജയിക്കുവാൻ ദൈവം യോശുവയെ ബലപ്പെടുത്തിയതുപോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പിതാക്കന്മാരുടെ അവകാശം കയ്യിലില്ല, സമ്പാദിച്ചത് കയ്യിലില്ല, നേടിയത് കയ്യിലില്ല, ഒന്നും കയ്യിലില്ലാതെ വിശ്വാസത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വാഗ്ദത്തം മാത്രമാണ്. അത് നേടിയെടുക്കുവാനുള്ള വാഗ്ദത്തം, അത് പ്രാപിക്കാനുള്ള വാഗ്ദത്തം, അത് സ്വന്തമാക്കാനുള്ള വാഗ്ദത്തം, അത് അളന്നെടുക്കാനുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തം പ്രാപിച്ചത് നേടിയെടുക്കുവാൻ തക്കവണ്ണം അളവ് നൂൽ നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ അളന്നെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെ കൈകളിലേക്ക് നീ സൂക്ഷിച്ചൊന്ന് നോക്കുക. എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ, എന്നാൽ നീ തന്നിരിക്കുന്ന അളവ് നൂല്, ഒരു വാഗ്ദത്തം എൻ്റെ കയ്യിലുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അളക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പിതാക്കന്മാർ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും സമ്പാദിച്ചിട്ടില്ല, അവരാരും എനിക്കൊന്നും തന്നിട്ടില്ല, അവരാരും കരുതി വെച്ചിട്ടില്ല. എന്നാൽ ഒന്നുമില്ലായ്മയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വീണതായിരിക്കുന്ന ആ ദേശം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന നൂല് അളന്നെടുക്കാനുള്ളത് ഞാൻ അളന്നെടുക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രവചനമാണ്, ദൈവികമായ സന്ദേശമാണ്. ഈ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അളവ് നൂൽ വീണിരിക്കുന്നു ദേശത്ത്, അത് പിടിച്ചെടുക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. തലമുറയായിട്ട് ആ അനുഗ്രഹം ഒരനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞതുപോലെ യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു. വിസ്പായിൽ വെച്ച് പറഞ്ഞതുപോലെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സഹായം, അനുഗ്രഹം, ആ കരുതൽ അതെത്രമാത്രമായിരിക്കുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. അനുഭവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു പോകാം. ദൈവം ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സുഖസ്തുപിതാവേ, കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യൂറിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പഠനവുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ വിവിധ ഇടങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹം ആഗ്രഹിക്കുന്നവര്, തലമുറകളെ ഓർത്ത് കരയുന്നവര്, വീടിന് വേണ്ടി കരയുന്നവര്, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത പ്രിയപ്പെട്ടവര്, വസ്തുവില്ലാത്ത പ്രിയപ്പെട്ടവര്, വീടില്ലാത്തവര്,
ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുവാനാകട്ടെ. ഈ വചനങ്ങളാൽ ശക്തി